ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സിറപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടയിൽ നിന്നൊക്കെ വാങ്ങണ തരത്തിലുള്ള അതേ ചോക്ലേറ്റ് സിറപ്പ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ തീ കത്തിച്ചിട്ടൊന്നുമില്ല, നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് തീ കത്തിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൊക്കോ പൗഡർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 1/4 കപ്പും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി തീ കത്തിച്ചിട്ടില്ല, അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇതായി കിട്ടും. അപ്പോൾ ആ സമയത്ത് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ തീ കത്തിക്കാനായിട്ട് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം അടുപ്പ് കത്തിച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ കുറച്ച് വാനില എസൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കൊക്കോ പൗഡർ നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ കൊക്കോ പൗഡർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് തിക്കായി വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇത് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇത് തിളച്ച് നല്ല ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്പൂണിലൊക്കെ കുറച്ച് കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ കട്ടിയാക്കി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് ടെക്സ്ചർ മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി നന്നായി ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ഇവിടെ നന്നായിട്ട് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടാറി വരുമ്പോൾ മാത്രം നമ്മളിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. നമുക്കിതൊരു 3 മാസമോ 4 മാസമൊക്കെ വരെ ഫ്രിഡ്ജിൽ കേടുകൂടാണ്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണോ നമ്മൾക്ക് ഈ ചോക്ലേറ്റ് സിറപ്പ് ആവശ്യമുള്ളത് അതിനൊക്കെ നമുക്ക് ഈ സിറപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും. നമുക്കിത് സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.